CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യവും ഉടനടി പണവും കൂടാതെ മറ്റനേകം ഓഫറുകൾ എല്ലാം ജോയ ലൂക്കാസിൽ മാത്രം. ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പതിനാറിന് നടക്കുന്ന വോട്ടെണ്ണലിന് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുങ്ങി. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 159 ബൂത്തുകളിലെ വോട്ടെണ്ണലാണ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുക. ആനമങ്ങാട് പരിയാപുരം LPSൽ ഭക്ഷ്യക്കിറ്റ് എത്താൻ വൈകിയതായി രക്ഷിതാവിന്റെ പരാതി. ബന്ധപ്പെട്ടവരെ രേഖാമൂലം വിവരം അറിയിക്കാത്തതിനെ തുടർന്നാണ് കിറ്റ് വൈകാൻ കാരണമെന്ന് ഭക്ഷ്യ കമ്മീഷൻ അംഗം U രമേശൻ. ശനിയാഴ്ചയാണ് കിറ്റ് എത്തിയതെന്നും കിറ്റ് മറ്റ് സ്കൂളുകളിൽ എത്തിയിട്ടുണ്ടെന്നും ഇതിനു പുറകിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നും ഹെഡ്മാസ്റ്റർ CK മുനീർ. ക്വാറന്റൈനിൽ ഇരുന്നിരുന്ന വീട്ടുകാരുടെ പോസ്റ്റൽ ബാലറ്റ് വോട്ട് ചെയ്യാൻ സമ്മതിക്കാതെ DYFI നേതാവ് ബാലറ്റ് പിടിച്ചു വാങ്ങി കടന്നുകളഞ്ഞതായി പരാതി. മണ്ണാർക്കാട് നഗരസഭ 3-ാം വാർഡ് ചോമേരിയിലാണ് സംഭവം. പട്ടാമ്പി മണ്ഡലത്തിലെ കൊപ്പം ടൗൺ നവീകരിക്കാൻ പദ്ധതിയാവുന്നു. 2 കോടി രൂപയുടെ നവീകരണ പദ്ധതികൾക്ക് സർക്കാർ അനുമതിയായി. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് തള്ളച്ചിറയിലെ LDF സ്ഥാനാർത്ഥിയായ EM നവാസിന്റെ പരസ്യ പ്രചരണത്തിനായി സ്ഥാപിച്ച ബോർഡുകൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ DYFIയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. ക്ലീൻ തള്ളച്ചിറയുടെ ഭാഗമായാണ് പ്രവർത്തനം നടന്നത്. നീക്കിയ ബോർഡുകളും മറ്റു വസ്തുക്കളും സംസ്കരിച്ചു. വൈദ്യുതി കാലുകളിൽ സ്ഥാപിച്ച ബോർഡുകളും മറ്റു പൊതുയിടങ്ങളിലെ ബാനറുകളും നീക്കം ചെയ്തു. സ്വകാര്യ വ്യക്തികളുടെ ചുമരുകളിലും മരങ്ങളിലും പതിച്ച പേപ്പർ ബോർഡുകളും ചിഹ്നവും സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയും അടങ്ങിയ തോരണങ്ങളും പ്രവർത്തകർ നീക്കി. സ്ഥാനാർത്ഥിയായി EM നവാസും ഒപ്പമുണ്ടായിരുന്നു. DYFI തള്ളച്ചിറ യൂണിറ്റ് സെക്രട്ടറി സെബിൻ ജോസഫ്, DYFI തച്ചനാട്ടുകര മേഖലാ പ്രസിഡന്റ് ഹംസ മാണിക്യപ്പറമ്പ് തുടങ്ങിയവർ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ക്ലീൻ തള്ളച്ചിറയുടെ ഭാഗമായാണ് പ്രവർത്തനം നടന്നത്. നീക്കിയ ബോർഡുകളും മറ്റു വസ്തുക്കളും സംസ്കരിച്ചു. CCN ചെത്തല്ലൂർ. 16-ന് നടക്കുന്ന വോട്ടെണ്ണലിന് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുങ്ങി. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 159 ബൂത്തുകളിലെ വോട്ടെണ്ണലാണ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുക. തീർത്തും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇത്തവണ വോട്ടെണ്ണൽ ഉണ്ടാവുക. തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനായി ജില്ലയിൽ 20 കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഇതിൽ ശ്രീകൃഷ്ണപുരം മേഖലയിലെ വോട്ടെണ്ണൽ നടക്കുന്നത് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അതിനുവേണ്ട സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 6 ഗ്രാമപഞ്ചായത്തുകളിലെയും 13 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലെയും 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെയും ഉൾപ്പെടെ 159 ബൂത്തുകളിലെ വോട്ടെണ്ണലാണ് ഇവിടെ നടക്കുന്നത്. 6 ഗ്രാമപഞ്ചായത്തുകൾക്ക് 6 മുറികളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. 18 മേശകളിലായി 8 റൗണ്ട് വോട്ടെണ്ണലാണ് നടക്കുക. ബുധനാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെണ്ണലിൽ ആദ്യം പോസ്റ്റൽ ബാലറ്റാണ് എണ്ണുക. തുടർന്ന് മെഷീൻ ബാലറ്റ് എണ്ണൽ ആരംഭിക്കും. അതാത് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് അതാത് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുക. ഒരു കൗണ്ടിംഗ് ചീഫും 2 കൗണ്ടിംഗ് അസിസ്റ്റന്റ്മാർക്കുമായിരിക്കും വോട്ടെണ്ണൽ നടക്കുന്ന ഓരോ മേശകളുടെയും ചുമതല. വരണാധികാരി സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ അനിത T ബാലന്റെയും ഉപവരണാധികാരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K വിനോദ് കുമാറിന്റെയും നേതൃത്വത്തിലാണ് വോട്ടെണ്ണൽ നടക്കുക. കോവിഡ് വ്യാപനത്തിന്റെ സമ്പർക്കം ഇല്ലാതാക്കാൻ കൗണ്ടിംഗ് ഹാളിലേക്ക് കയറുന്ന ആളുകളുടെ എണ്ണത്തിൽ ക്രമീകരണം നിശ്ചയിച്ചിട്ടുണ്ടെന്നും തീർത്തും കോവിഡ് നിയമാവലികൾ പാലിച്ചുകൊണ്ടായിരിക്കും വോട്ടെണ്ണൽ നടക്കുകയെന്നും ഉപവരണാധികാരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K വിനോദ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. വോട്ടെണ്ണൽ സാധാരണ രീതിയിൽ തന്നെ അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം റൂമുകളിലാക്കിയിട്ടാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിട്ടുള്ളത്. തിരക്ക് കുറയ്ക്കുന്നത് ഒരു ഹാളിൽ കൂടുതൽ ഇതെടുക്കാതെ ഓരോ റൂമുകളിലും പ്രത്യേകമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു ടേബിളിൽ പരമാവധി ഓരോ ഏജന്റിനും ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു ഏജന്റ് എന്നതിലേക്ക് മാത്രമാണ് ടേബിളിൽ നിൽക്കാൻ അനുവദിക്കുന്നത്. മറ്റുള്ളവർ അതിൽ കൂടുതൽ ആളുകളെ നിർത്താത്ത രീതിയിലാണ്. പിന്നെ സാനിറ്റൈസറും അതുപോലെ തന്നെ മറ്റ് മാസ്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ടും പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സാമൂഹിക അകലം പാലിക്കുന്നതിന് വേണ്ടി പരമാവധി വിട്ടിട്ട് അകലം പാലിച്ചുകൊണ്ടാണ് ടേബിളുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. CCN കടമ്പഴിപ്പുറം. ക്വാറന്റൈനിൽ ഇരുന്ന വീട്ടുകാരുടെ പോസ്റ്റൽ ബാലറ്റ് വോട്ട് ചെയ്യാൻ സമ്മതിക്കാതെ DYFI നേതാവ് ബാലറ്റ് പിടിച്ചുവാങ്ങി കടന്നുകളഞ്ഞതായി പരാതി.
മണ്ണാർക്കാട് നഗരസഭ 3-ാം വാർഡ് ചോമേരിയിലാണ് സംഭവം. ക്വാറന്റൈനിൽ ഇരുന്നിരുന്ന വീട്ടുകാരുടെ പോസ്റ്റൽ ബാലറ്റ് വോട്ട് ചെയ്യാൻ സമ്മതിക്കാതെ ഡിവൈഎഫ്ഐ നേതാവ് ബാലറ്റ് പിടിച്ചുവാങ്ങി കടന്നുകളഞ്ഞതായി പരാതി. മണ്ണാർക്കാട് നഗരസഭ 3-ാം വാർഡ് ചോമേരിയിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം കുടുംബത്തിലെ ഒരു അംഗത്തിന് കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് 5 പേർ ഹോം ക്വാറന്റൈനിൽ ആയിരുന്നു. ഇവർക്കുള്ള ബാലറ്റ് ഇന്ന് ഉച്ചയോടെയാണ് പോസ്റ്റ്മാൻ വീട്ടിലെത്തിച്ചത്. ഉച്ചക്ക് 1 മണിക്കാണ് പോസ്റ്റ് ഔട്ട് വന്നത്. അപ്പോൾ ഇത് വന്ന് മേടിച്ചുകൊണ്ട് കൊണ്ടുപോയി അനീസ് എന്ന് പറഞ്ഞ ആള് വോട്ട് ചെയ്യാൻ ഞങ്ങൾ വോട്ട് ചെയ്യട്ടെ പറഞ്ഞപ്പോൾ ആ വോട്ട് ചെയ്തിരിക്കുന്നതാണ് അവർ പറഞ്ഞത്. നോക്കിയിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം കൊടുത്തപ്പോൾ പറഞ്ഞു മറ്റുള്ളത് എവിടെയെന്ന് അവർ ചോദിച്ചു. അത് പൊട്ടിച്ചിട്ടില്ല, ഒരെണ്ണം പൊട്ടിച്ചിട്ടുള്ളൂ. എന്നാൽ തൊട്ടുപുറകെ വന്ന ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവ് ഇവരിൽ നിന്നും പോസ്റ്റൽ ബാലറ്റുകൾ മുഴുവനും വാങ്ങി പോവുകയായിരുന്നു എന്നാണ് വീട്ടുകാർ പരാതി പറയുന്നത്. സംഭവത്തിൽ കുടുംബം റിട്ടേണിംഗ് ഓഫീസർക്കും പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധവുമായി മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി റഫീഖ് കുന്തിപ്പുഴ രംഗത്തെത്തിയിട്ടുണ്ട്. പോസ്റ്റലോട്ടായിട്ട് വന്ന് പോസ്റ്റിന് ബാലറ്റ് അവിടെ കൊടുത്തു. അങ്ങനെ പോയ സമയത്ത് തന്നെ ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് ചോമേരി ഭാഗത്തുള്ള അനീസ് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐന്റെ നേതാവ് ആ വീട്ടിൽ അതിക്രമിച്ച് കയറുകയും അവിടുത്തെ വോട്ട് ബാലറ്റ് 5ഓളം ബാലറ്റ് അവിടുന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് ഡിവൈഎഫിന്റെ നേതാവ് അവിടെ തട്ടിപ്പറിച്ചുകൊണ്ട് പോയിരിക്കുക. രാഷ്ട്രീയപരമായിട്ട് കണ്ണൂർ ഭാഗത്തുള്ള ഗുണ്ട രൂപത്തിലുള്ള ഒരു പ്രവർത്തനമാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ 3-ാം വാർഡിൽ ഈ പറയപ്പെടുന്ന ഡിവൈഎഫിന്റെ നേതാവ്. CCN മണ്ണാർക്കാട്. നിലമ്പൂരിൽ PV അൻവർ MLAക്കെതിരെ വധശ്രമം. 2 കോൺഗ്രസ് നേതാക്കൾ അറസ്റ്റിൽ. കോൺഗ്രസ് മുൻ മണ്ഡലം സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ കുന്നുമൽ അബ്ദു, അക്ബർ എന്നിവരാണ് അറസ്റ്റിലായത്. സുഖമില്ലാത്തൊരു വീട്ടില് ഒരു രോഗിയെ കാണാൻ വേണ്ടി വന്നതാ. ആ സമയത്താണ് തടഞ്ഞിട്ടുള്ളത്. വെള്ളിയാഴ്ച രാത്രി 11ഓടെ മുണ്ടേരിയിലെ സുഹൃത്തിന്റെ വീട് സന്ദർശിച്ച് മടങ്ങും വഴിയാണ് MLAക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ വധഭീഷണി മുഴക്കി ആക്രമിക്കാൻ ശ്രമിച്ചത്. മുണ്ടേരി കവലയിൽ MLAയുടെ കാറ് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തടയുകയായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരെ മാറ്റാൻ ശ്രമിച്ച MLAയുടെ ഗഡ്മാനും മർദ്ദനമേറ്റു. പോത്തുകൽ പോലീസ് എത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. MLAക്ക് നേരെയുള്ള വധശ്രമത്തിൽ പ്രതിഷേധിച്ച് LDF പ്രവർത്തകർ ആര്യാടൻ മുഹമ്മദിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. 2 ഇടത്ത് വെച്ച് അക്രമികൾ തന്നെ തടഞ്ഞെന്നും 15ഓളം ബൈക്കുകളിലായാണ് 30 പേരടങ്ങുന്ന അക്രമി സംഘം എത്തിയതെന്നും അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും PV അൻവർ പറഞ്ഞു. തന്റെ കാറു തടഞ്ഞ അക്രമി സംഘം തന്നെ വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കാൻ ശ്രമിച്ചുവെന്നും ഗൺമാൻ അവരെ തടയാൻ ശ്രമിച്ചപ്പോൾ അതോടെ മർദ്ദനം അദ്ദേഹത്തിന് നേരെയായി. അദ്ദേഹത്തിന് മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ടെന്നും PV അൻവർ പറഞ്ഞു. CCN മലപ്പുറം. ED RSSന്റെ ചട്ടുകമാവരുതെന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഒറ്റപ്പാലത്ത് EDക്കെതിരെ പോപ്പുലർ ഫ്രണ്ട് പ്രതിഷേധ മാർച്ചും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ED RSSന്റെ ചട്ടുകമാവരുത്. നിഷ്പക്ഷമായ ഒരു ഏജൻസിയായി പ്രവർത്തിക്കേണ്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് RSSന്റെ ഉപകരണമായാണ് പ്രവർത്തിക്കുന്നതെന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പറഞ്ഞു. ഡിസംബർ 11-ന് പാലക്കാട് ജില്ലാ കേന്ദ്രമായ ഒറ്റപ്പാലത്ത് EDക്കെതിരെ പ്രതിഷേധ മാർച്ചും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. പ്രതിഷേധത്തെ അഭിസംബോധന ചെയ്ത് പാലക്കാട് ജില്ലാ സെക്രട്ടറി സിദ്ദിഖ് തോട്ടിങ്ങര സംസാരിച്ചു. ഇത്തരം അന്വേഷണങ്ങളും റൈഡുകളും കണ്ട് ഭയപ്പെടുന്ന ദൗത്യം അല്ല പോപ്പുലർ ഫ്രണ്ടിന്റേതെന്ന് അദ്ദേഹം പ്രസംഗിച്ചു. CCN ഒറ്റപ്പാലം. ആനമങ്ങാട് പരിയാപുരം ALPSൽ ഭക്ഷ്യക്കിറ്റ് എത്താൻ വൈകിയതായി രക്ഷിതാവിന്റെ പരാതി. ബന്ധപ്പെട്ടവരെ രേഖാമൂലം വിവരം അറിയിക്കാത്തതിനെ തുടർന്നാണ് കിറ്റ് വൈകാൻ കാരണമെന്ന് ഭക്ഷ്യ കമ്മീഷൻ അംഗം U രമേശൻ. ശനിയാഴ്ചയാണ് കിറ്റ് എത്തിയതെന്നും കിറ്റ് മറ്റ് സ്കൂളുകളിൽ എത്തിയിട്ടുണ്ടെന്നും ഇതിനു പിറകിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നും ഹെഡ്മാസ്റ്റർ CK മുനീർ പ്രതികരിച്ചു. കിറ്റ് ലഭിക്കാതെ തനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഹെഡ്മാസ്റ്റർ CK മുനീർ ചോദിക്കുന്നു. ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി അന്വേഷിച്ചു. കിറ്റ് സമയബന്ധിതമായി എത്തിയിട്ടില്ലെന്നാണ് പരാതി. രാവിലെ 11 മണിക്ക് എത്തിയ കിറ്റ് 10 മണിക്ക് വന്ന് ചോദിച്ചാൽ തനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നും ഹെഡ്മാസ്റ്റർ ചോദിക്കുന്നു. ഇതുവരെ ഇവിടെ കിറ്റ് കിട്ടിയിട്ടില്ല എന്നൊരു പരാതി വന്നിട്ടുണ്ട്. ഭക്ഷ്യക്കിറ്റ് കിട്ടിയില്ല എന്നൊരു പരാതി വന്നിട്ടുണ്ട്. ഒരു രക്ഷിതാവിൻ്റെ പരാതിയാണ് എന്ന ഒരു പരാതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഭക്ഷ്യവകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ വന്ന് ഇത് പരിശോധിക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. കിറ്റിൻ്റെ വിഷയത്തിൽ ഞാൻ ഒരു ആവശ്യപ്പെട്ട പരാതി കിറ്റ് സമയബന്ധിതമായിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു പരാതിയാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇന്ന് രാവിലെയാണ് ആ കിറ്റ് ഇവിടെ എത്തുന്നത്. ഇന്ന് രാവിലെ അതിൻ്റെ കൃത്യമായ രേഖയാണ്, ഡേറ്റ് വെച്ചിട്ട് രേഖയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇന്ന് രാവിലെയാണ് കിറ്റ് ഇവിടെ എത്തുന്നത് 11 മണിക്ക്.
10 മണിക്ക് ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഇവിടുത്തെ കിറ്റ് എന്തുകൊണ്ട് കൊടുത്തിട്ടില്ല എന്ന് ആവശ്യപ്പെടുകയാണ്. എൻ്റെ കയ്യിൽ കിറ്റ് കിട്ടാതെ ഇവിടെ എനിക്ക് കൊടുക്കാൻ എങ്ങനെ കഴിയാം? ഇതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്തുള്ള സ്കൂളുകളൊക്കെ കഴിഞ്ഞ 1.5 ആഴ്ച മുന്നേ ഈ കിറ്റുകൾ എത്തിയിട്ടുണ്ട്. എൻ്റെ തൊട്ടടുത്തുള്ള അപ്പുറമുള്ള സ്കൂളിലൊക്കെ ഈ കിറ്റ് എത്തിയിട്ടുണ്ട്. മറ്റു സ്കൂളുകളിൽ 1.5 ആഴ്ച മുന്നേ കിറ്റ് എത്തിയിട്ടുണ്ട്. മനഃപൂർവ്വമാണ് സ്കൂളിലേക്ക് കിറ്റ് എത്തിക്കാത്തത്. എന്തുകൊണ്ട് തന്റെ സ്കൂളിലേക്ക് കിറ്റ് എത്തിച്ചിട്ടില്ലെന്ന് സപ്ലൈകോയിൽ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടെന്നും ഹെഡ് മാസ്റ്റർ പറഞ്ഞു. മനഃപൂർവ്വമാണ് എൻ്റെ സ്കൂളിൽ കിറ്റ് എത്തിക്കാത്തത്. ആ എത്തിക്കാത്തത് ഞാൻ കൃത്യമായിട്ട് എൻ്റെ ഉദ്യോഗസ്ഥന്മാരെ, എൻ്റെ നൂൺ ഫീഡിങ്ങിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ ഞാൻ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പുറത്തുള്ള സ്കൂളിൽ സാധനം എത്തിയിട്ടുണ്ട്, എൻ്റെ സ്കൂളിൽ സാധനം എത്തിയിട്ടില്ല, എന്താ എനിക്ക് സ്കൂളിൽ എത്താത്തത്? സപ്ലൈകോയിലും വിവരം വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഭക്ഷ്യ സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്, അത് വിതരണം ചെയ്യാനുള്ള കിറ്റ് ഞങ്ങൾക്ക് എത്തിയിട്ടില്ല, കിറ്റ് എത്തണ മുറക്ക് മാഷെ നിങ്ങൾക്ക് സ്കൂളിൽ എത്തിക്കാം എന്നുള്ള എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ നിരന്തരം വരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കൾ നിരന്തരം അപ്പുറത്തുപുറത്തൊക്കെ സാധനം കിട്ടി, മാഷെ ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ കിറ്റ് ഇവിടെ കിട്ടാതെ നിങ്ങൾക്ക് കൊടുക്കൽ കഴിയില്ല എന്ന് പറഞ്ഞു. ഇതിൽ ഇന്ന് രാവിലെ 10-11 മണിക്കാണ് കിറ്റ് ഇവിടെ എത്തുന്നത്. എത്തിയ മുറക്ക് തന്നെ ഞാൻ രക്ഷിതാക്കൾക്ക് എൻ്റെ സഹാധ്യാപകരെ വിളിച്ചു വരുത്തുകയും ഇന്ന് 12 മണിക്ക് തന്നെ ആ കിറ്റ് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. സപ്ലൈകോയിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ സാധനങ്ങൾ എത്തിയിട്ടുണ്ടെന്നും അത് വിതരണം ചെയ്യാനുള്ള കിറ്റ് എത്തിയിട്ടില്ലെന്നുമാണ് മറുപടി ലഭിച്ചത്. ഇതിന്റെ പിറകിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നും ഇവിടെ ഇലക്ഷൻ സമയത്ത് മനഃപൂർവ്വം കിറ്റ് വൈകിക്കുകയാണെന്നും CK മുനീർ കൂട്ടിച്ചേർത്തു. ഇതിന്റെ പിന്നിൽ വേറെയുള്ള കുറെ സംഗതികൾ ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. പരാതി വന്നു എന്നുള്ള കുറെ ആരോപണങ്ങൾ നടക്കുന്നുണ്ട്. തീർച്ചയാണ് ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ജാലവിദ്യയാണ് ഇതിൽ നടക്കുന്നുള്ളത്. വളരെ വ്യക്തമാണ്. അതിന്റെ എല്ലാ രേഖകളും ഇന്ന് വന്ന് ഉദ്യോഗസ്ഥൻ പരിശോധിച്ചു. കൊടുത്ത രേഖകളും എല്ലാം മുന്നേ കൊടുത്തുള്ള എല്ലാ രേഖകളും അതിന്റെ ബാക്കിയുള്ള എല്ലാ കിറ്റും ഇവിടെ കൃത്യമാണ്. രേഖകൾ ഫുള്ള് പരിശോധിച്ചു. എല്ലാം ഒരു പരാതി ഇല്ലാതെ അവർക്ക് രേഖകൾക്ക് ഒരു പരാതി എഴുതി വെക്കാൻ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം സപ്ലൈകോ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ സപ്ലൈകോയിൽ നിന്നും കിറ്റ് ഏറ്റെടുത്തിട്ടില്ലെന്നാണ് അന്വേഷിച്ചപ്പോൾ ലഭിച്ച വിവരമെന്ന് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം U രമേശൻ പറഞ്ഞു. ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി വന്ന രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടപ്പോൾ ചില സാങ്കേതിക പ്രയാസങ്ങൾ പ്രധാന അധ്യാപകൻ പറഞ്ഞെങ്കിലും ഒരു തർക്കം അധ്യാപകരും രക്ഷിതാക്കളും തമ്മിൽ വേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ തന്നെ ഇടപെട്ട് ഇന്ന് തന്നെ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും തൊട്ടടുത്തുള്ള അധ്യാപകരെ വിളിച്ചു വരുത്തി ഇന്ന് തന്നെ പരമാവധി ആളുകൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി പ്രധാന അധ്യാപകൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വളരെ കൃത്യതയോടുകൂടി പാവപ്പെട്ട മനുഷ്യന് ഈ കോവിഡ് കാലത്ത് ഭക്ഷണം എത്തിക്കുക എന്ന സർക്കാരിൻ്റെ നിലപാട് ഒരു മനുഷ്യത്വപരമായി പരിശോധിച്ചാലും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ബാധ്യസ്ഥരാണ്. പക്ഷേ ഇവിടെ വന്നിട്ടുള്ള വീഴ്ച എന്താണെന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. കമ്മീഷന് കിട്ടിയ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിശദമായ റിപ്പോർട്ട് ബന്ധപ്പെട്ട ജില്ലാ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ ലഭിക്കുന്ന മുറയ്ക്ക് കേസടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമോ എന്നുള്ളത് കമ്മീഷൻ പിന്നീട് ആലോചിച്ച് അറിയിക്കുന്നതാണ്. സപ്ലൈകോ ഓഫീസിലേക്കും ബന്ധപ്പെട്ട AEO തുടങ്ങിയവരെ രേഖാമൂലം അറിയിക്കാത്തതുകൊണ്ടാണ് കിറ്റ് വൈകാൻ കാരണമെന്നും U രമേശൻ പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. കുളത്തിൽ മുങ്ങിത്താഴുകയായിരുന്ന സ്ത്രീയെയും കുഞ്ഞിനെയും സാഹസികമായി രക്ഷപ്പെടുത്തി സഹോദരങ്ങൾ. തൂത സ്വദേശികളായ അനഫ്, അസഫ് എന്നിവരാണ് വീടിനടുത്തുള്ള കുളത്തിൽ അപകടത്തിൽപ്പെട്ട സ്ത്രീയെയും കുട്ടിയെയും രക്ഷപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം തൂതയിലാണ് സംഭവം. തൂത ഹൈസ്കൂൾ പടിയിലെ പുത്തംകുളത്തിൽ കുളിക്കുകയായിരുന്ന തൂത സ്വദേശിനിയും കുട്ടിയുമാണ് കുളത്തിൽ അപകടത്തിൽപ്പെട്ടത്. കുളത്തിൽ കുളിക്കാൻ പോയ അമ്മയും കുഞ്ഞും കുളിക്കുന്നതിനിടെ അപകടത്തിൽപ്പെടുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന രണ്ടാമത്തെ കുട്ടി ബഹളം വെച്ചതിനെ തുടർന്ന് കുളത്തിന് തൊട്ടടുത്ത വീട്ടുകാരായ അനഫ്, അസഫ് സഹോദരങ്ങളുടെ സാഹസിക ഇടപെടൽ മൂലമാണ് ജീവൻ രക്ഷിക്കാനായത്. ഞങ്ങൾ മുകളില് മീൻ വളർത്തുന്ന ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ കയറിയിട്ട് അതിന് തീറ്റ കൊടുക്കുന്ന സമയമാണ്. അതിൽ അവിടുന്ന് ഇങ്ങനെ കുളത്തിന്റെ അവിടുന്ന് ഓരോ ശബ്ദം ഉമ്മ താത്താന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പതിവായിട്ട് നീന്തക്കം പഠിക്കാൻ വരുന്നില്ല അങ്ങനെ വിളിച്ച് കരയാറുണ്ട്. ഞങ്ങളതാ വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, അവിടെ നിന്നു. കുറച്ചേരം കഴിഞ്ഞപ്പോൾ ചെറുക്കന് ഒരു കുട്ടിയാണ്, ഓനിങ്ങനെ നീന്തിയിട്ട് കരയത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അവൻ അവിടെ നിന്ന് വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചപ്പോൾ ഞങ്ങൾ എന്താ അറിയില്ല, അവിടെ നിന്ന് എന്താ തോന്നി. ഞങ്ങൾക്ക് ആ നേരത്തെ തോന്നല്. ഞങ്ങൾ വേഗം മണ്ടി ചെന്നു. മണ്ടി ചെന്ന് നോക്കുമ്പോൾ ഒരാളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരാളെ മാത്രം ഞങ്ങൾ കണ്ടിട്ട് ഒരു കൈ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ കാണിച്ചിരുന്നൊക്കെ ഉണ്ട്. അതിൽ ഇവൻ വേഗം ഇറങ്ങി ഞാൻ അവൻ്റെ കൈ പിടിച്ചിട്ട് ഞങ്ങൾ പായലിട്ടുന്ന ഇതുണ്ട്. അങ്ങനെ ചെയ്ത് അവിടെ പിടിച്ച് കയറ്റിയിട്ട് ഇവിടെ കരയത്ത് കയറി കഴിയുമ്പോൾ അവർ വരുന്നുണ്ട്. ഒരാളും പാടി ഉണ്ട് എന്നിട്ട് അവനെ കാലുമേ കൈമേ എവിടെ തൂങ്ങിയ ഒരാളെടുത്ത് ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഇവനെ ഓലയും പാടി കരയത്തേക്ക് ചവിട്ടി കിട്ടിയപ്പോൾ തന്നെ ഓല കൈ ആയിക്കോളും. ഓനങ്ങനെ പോയി. തൂത ഹൈസ്കൂൾ പടിയിലെ ചുണ്ടമ്പറ്റ അബൂബക്കർ സിദ്ദിഖ് സുഹറ ദമ്പതികളുടെ മക്കളാണ് അനഫും അസഫും.
തൂത ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. ഇരുവരുടെയും അവസരോചിതമായ ഇടപെടൽ മൂലമാണ് അപകടത്തിൽപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാനായതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. വെള്ളത്തിൽ താങ്ങു ഇത് ചണ്ടിക്കൂടൊക്കെ പെരഞ്ഞിക്കണം, അത് അടിയിൽ കടന്നിക്കണം. ചണ്ടിയിലൊക്കെ പാടെ പെരഞ്ഞിട്ട് രണ്ടാമത് അതിൻ്റെ അഞ്ചൻ്റെ പെണ്ണുങ്ങളാണ് ഒന്നില്ലത്. എൻ്റെ മൂത്താപ്പ പറഞ്ഞല്ലേ കുട്ടിയുടെ, അതിൻ്റെ അഞ്ചൻ്റെ പെണ്ണുങ്ങൾ അവിടെ ഉണ്ട്. ഈ അഞ്ചൻ്റെ പെണ്ണുങ്ങൾ കൈ കാട്ടിയതോടെ അഞ്ചൻ്റെ പെണ്ണുങ്ങളെ കയ്യും പിടിച്ചിട്ട് കൊടുക്കും. അങ്ങനെ തൂങ്ങിയിട്ട് രണ്ടാളും കൂടി മുങ്ങി പൊന്തുകയാണ്. ഒരാൾ പൊന്തുന്നില്ല, മറ്റാളെ കൈ ഇങ്ങനെ മേപ്പെട്ട് കാട്ടുന്ന ഇവർ പറഞ്ഞത്. ഈ കൈ കൊണ്ട് കാട്ടുമ്പോൾ ആ കുട്ടി പറഞ്ഞു ഇത്ര അടുത്ത് പോയിട്ട് ആരെങ്കിലും വിളിച്ചെന്നാണ്. അതൊന്നും ആ കുട്ടി വിളിച്ചിട്ടില്ല. ആ കുട്ടി വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞില്ല പാമ്പ് എന്നുള്ളൊരു സൗണ്ടാണ് ഈ വീട്ടിലേക്കും കേൾക്കണു, ഇവിടേക്കും കേൾക്കണു, തൊട്ട കുറച്ചിൻ്റെ അങ്ങേക്കാരെല്ലാം വീട്ടുകാരും അവർക്കും കേൾക്കണം. അപ്പോൾ ഒരു എമർജൻസി ആയിട്ടുള്ള മുടി ഓൻ ബേജാറായിട്ടാണ്. ഇത് ഓനെ പേര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഓൻ്റെ സമയത്ത് ഓന് എന്താ പറയേണ്ടതെന്ന് ഓനറിയില്ല. മാതൃകാപരമായ ഇവരുടെ ഇടപെടലിന് അനുമോദനവുമായി തൂതയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. രണ്ടുപേരെയും വീട്ടിലെത്തി ഡിവൈഎഫ്ഐ അനുമോദിച്ചു. യുവജയൻ, CH നാസർ, ശരത്, വാപ്പു, സുൽത്താൻ, ഹനീഫ എന്നിവരുടെ നേതൃത്വത്തിലാണ് അനഫിനെയും അസഫിനെയും അനുമോദിച്ചത്. CCN പെരിന്തൽമണ്ണ. ആലിപ്പറമ്പ് പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് സമ്മേളനം നടന്നു. മഞ്ഞളാംകുഴിയിലെ MLA ഉദ്ഘാടനം ചെയ്തു. EMS ഇവിടെ പല പ്രാവശ്യം ഭരിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാരൻ തൊട്ട പഞ്ചായത്തുകാരൻ നായനാര് പല പ്രാവശ്യം ഭരിച്ചിട്ടുണ്ട്. VS അച്യുതാനന്ദൻ ഭരിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരാണ് അവരൊക്കെ. പക്ഷേ ഇത്രയും മോശമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിന് ഒരു കാലത്തും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ട് സത്യം. പിണറായി വിജയന്റെ അധികാരത്തിൽ വന്നപ്പോ എല്ലാം ഞങ്ങളിപ്പോൾ ശരിയാക്കാം, ഇരട്ട ചങ്കരാണ്, പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കും, ഒരു തീരുമാനമെടുത്ത അതിനനുസരിച്ച് മുന്നോട്ട് പോകും, എല്ലാം കൺട്രോൾ വരും, കൈപ്പിടിയിലായിരിക്കും എല്ലാം. 4.25 കൊല്ലം കഴിഞ്ഞ് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ അദ്ദേഹത്തിന് ഒരു ഇരട്ട ചങ്ക് പോയിട്ട് ഒരു ഓട്ടച്ചങ്ക് പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് സങ്കടം. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ ആള് മകൾക്ക് 2ാം ഘട്ടം ഒരു പുതിയാപ്പിള്ള ശരിയാക്കി എന്നല്ലാതെ വേറെ ഒരു കാര്യവും ശരിയാക്കിയില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഇവിടുത്തെ അവസ്ഥ എന്താ? കേരളത്തിന്റെ ഒരു അവസ്ഥ നമ്മൾ പറയുന്നത്, നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ നമ്മളാണ് ഏറ്റവും ഉയർന്ന ആൾക്കാർ. എല്ലാവർക്കും എഴുതാനും വായിക്കാനും അറിയാം, എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം, രാഷ്ട്രീയ ബോധമുണ്ട്. ഈ രാഷ്ട്രീയ ബോധമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി IAS-കാരൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്താൽ അടുത്തത് മുഖ്യമന്ത്രിയുടെ വീട്ടുകാരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതായും പിണറായി വിജയൻ മന്ത്രിസഭയുടെ നാളുകൾ എണ്ണപ്പെട്ടതായും മഞ്ഞളാംകുഴിയിലെ MLA പറഞ്ഞു. പഞ്ചായത്ത് UDF ചെയർമാൻ CK അൻവർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം PV മുഹമ്മദ് അരീക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി V ബാബുരാജ്, അൻവർ സാദത്ത്, CK ഹാരിസ്, AK നാസർ, അഡ്വക്കേറ്റ് S അബ്ദുൽ സലാം, KT അഷ്റഫ്, നാലകത്ത് ഷൌക്കത്ത്, TP മോഹൻദാസ്, ശശി വളാംകുളം, K അലി അക്ബർ, ഹുസൈൻ പാറൽ, TK സദക്ക, K ദാമോദരൻ, T ഹാജറുമ, MV സിനി, ലീല മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. CH ഹംസക്കുട്ടി ഹാജി സ്വാഗതവും PK മാനു നന്ദിയും പറഞ്ഞു. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ ഡിവിഷനുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കാരണം ഇത് നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, നമ്മുടെ ദൈനംദിനമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളുടെ പരിഹാരത്തിന് നമ്മളൊരു പ്രതിനിധിയെ കണ്ടെത്തുകയാണ്. ആരാണ് നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ളത്? ആരാണ് നിങ്ങളെ ചേർത്ത് വെച്ചിട്ടുള്ളത്? എന്താണ് നമ്മുടെ രാജ്യത്ത് പൊതുവെ നടക്കുന്ന രാഷ്ട്രീയമായ സംഭവ വികാസങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ വെച്ച് പുലർത്തിയിട്ട് വേണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ. നമ്മളൊക്കെ പൊതുപ്രവർത്തകന്മാരാണ്. നേരം വെളുക്കുമ്പോൾ നമ്മളെയൊക്കെ സമീപിക്കുന്ന നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ പ്രശ്നം തീർത്തും വ്യത്യസ്തമാണ്. ഐക്യജനാധിപത്യ മുന്നണി ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചു തരുന്നത്, ഐക്യജനാധിപത്യ മുന്നണി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിത്തരുന്നത്
നേരം വെളുക്കുമ്പോൾ നമ്മളെ കണ്ട് ഒരുപക്ഷെ ശ്വാസം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരായ മനുഷ്യർ, ആ മനുഷ്യർക്ക് വേണ്ടത് മാസം ഒരു 1500 രൂപ പെൻഷനാണ്. അതല്ലെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് വന്ന് സങ്കടം പറയുന്ന മനുഷ്യർ, അവർക്ക് വേണ്ടത് തകർന്നു വീഴാറായ അവരുടെ വീട്ടിൽ മാന്യമായി കിടന്നുറങ്ങാനുള്ള ഒരു ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കലാണ്. അതല്ലെങ്കിൽ അവരുടെ മറ്റു പ്രശ്നങ്ങളാണ്. ഒരു കൂര കെട്ടാൻ, സ്വൈരമായി ഒന്ന് അന്തിയുറങ്ങാൻ, സ്വന്തം മക്കളെ കെട്ടിച്ചയക്കാൻ, ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യന്റെ ആത്മാഭിമാനവും ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കേണ്ടുന്ന ഒരു ജനപ്രതിനിധിയെ കണ്ടെത്തുകയാണ് ഗ്രാമപഞ്ചായത്തുകൾ ചെയ്യുന്നത്. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ ആലിപ്പറമ്പ് ഡിവിഷനിൽ ഇത്തവണ മത്സരം കടുക്കും. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ പ്രസിഡന്റിനെയാണ് LDF മത്സരരംഗത്തിറക്കിയിരിക്കുന്നത്. മുസ്ലിം ലീഗിലെ PK മാരുവാണ് ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി. തുടർച്ചയായി UDF ഭരിക്കുന്ന ആലിപ്പറമ്പ് ഡിവിഷനിൽ ഇത്തവണ വിജയിക്കാമെന്ന പ്രതീക്ഷയിലാണ് LDF. ഇതിനായി മലപ്പുറം ജില്ലാ DYFI പ്രസിഡന്റ് ശ്യാംപ്രസാദിനെയാണ് LDF മത്സരത്തിനായി ഇറക്കിയിരിക്കുന്നത്. യുവാക്കൾക്കിടയിൽ നല്ല സ്വാധീനമാണ് ഇതിനോടകം ശ്യാംപ്രസാദ് നേടിയെടുത്തിരിക്കുന്നത്. തുടർച്ചയായി ബ്ലോക്ക് പഞ്ചായത്തിൽ വിജയിച്ചു പോന്ന UDF ഭരണസമിതി ബ്ലോക്ക് പഞ്ചായത്തിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ശ്യാംപ്രസാദ് പറഞ്ഞു. ആലിപ്പറമ്പ് ബ്ലോക്ക് ഡിവിഷനിൽ കഴിഞ്ഞ 20 ദിവസത്തിലധികമായുള്ള പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗൃഹസന്ദർശനം നടത്തിയ സമയത്ത് ഉണ്ടായൊരു അനുഭവം, ഈ ഡിവിഷനകത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റേതായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിനകത്ത് കഴിഞ്ഞ 5 വർഷം ഈ ഡിവിഷനെ പ്രതിനിധീകരിച്ച പ്രതിനിധിക്കോ പ്രസ്ഥാനത്തിനോ സാധിച്ചിട്ടില്ല എന്നതാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അതിന്റെ ഭാഗമായി തന്നെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. എന്നാൽ ഡിവിഷനിൽ മുസ്ലിം ലീഗ് നേതാവായ PK അയമു എന്ന മാനുവാണ് UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. തുടർച്ചയായി UDF വിജയിക്കുന്ന ബ്ലോക്ക് ഡിവിഷനിൽ വിജയപ്രതീക്ഷയുമായി തന്നെയാണ് UDF മത്സര രംഗത്തുള്ളത്. നിങ്ങൾക്കിടയിൽ കഴിഞ്ഞ 4-5 വർഷമായി ഒരു നീണ്ടകാല ഒരു 10-20 കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും അതിനു മുമ്പും ഈ നാട്ടിലെ നാട്ടുകാരനായി നാട്ടുകാർക്കിടയിൽ നിന്നുകൊണ്ട് എല്ലാവിധ മേഖലകളിലും പ്രവർത്തിച്ചിട്ടുള്ള ഇളയവനായി ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിടയിൽ മാനു എന്ന് പേരിട്ട് വിളിക്കാവുന്നതും. മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ BJPയുടെയും SDPIയുടെയും സ്വതന്ത്ര മുന്നണികളുടെയും സ്ഥാനാർത്ഥികളും ഡിവിഷനിൽ മത്സര രംഗത്തുണ്ട്. കടുത്ത മത്സരമാണ് ബ്ലോക്ക് ഡിവിഷനിൽ നടക്കുക. ഡിസംബർ 16 വോട്ട് എണ്ണിക്കഴിയുമ്പോൾ മാത്രമേ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ആലിപ്പറമ്പ് ഡിവിഷനിൽ നിന്നുള്ള വിജയചിത്രം വ്യക്തമാകൂ. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നഗരസഭ LDF സ്ഥാനാർത്ഥികളുടെ സംഗമവും പ്രവർത്തക കൺവെൻഷനും നടന്നു. ഷിഫ കൺവെൻഷൻ സെന്ററിൽ LDF കൺവീനർ A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അഭിമാനകരമായ നമ്മൾ ഏത് സാധാരണക്കാരും അവർ പറയുന്നത് ഈ വീട് ഞങ്ങൾക്ക് നഗരസഭ ഉണ്ടാക്കിയതാണ്. ഒന്നുകിൽ നേരത്തെ ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഞങ്ങൾ പാലക്കാട് സ്കൂളിനടുത്ത് ഒരു വീട് പോയി. എത്ര അഭിമാനബോധത്തോടു കൂടിയാണ് ആ വീട്ടുകാർ ഞങ്ങളെ എവിടെ ക്ഷണിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ആ വീട്, ആ വീട്ടിൽ താമസിക്കുന്നു എന്ന അഭിമാനം ആ വീട്ടുകാർ. നമുക്കും തന്നെ ഒരു സന്തോഷം. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ ഒരു കൊടിയൊക്കെ പിടിച്ച് നമ്മൾ നടന്നിട്ട് ഈ ജീവിതം വ്യർത്ഥമായില്ല എന്നത് ആ അമ്മയുടെ മുഖത്തെ ആഹ്ലാദം നമുക്ക് ബോധ്യപ്പെടുത്തുകയും അത് പ്രധാനമാണ്. സാധാരണക്കാരന്റെ ആത്മവിശ്വാസം, സാധാരണക്കാരന്റെ ആഹ്ലാദം, അവന്റെ ജീവിതത്തിൽ അവന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത് അത് പൊതുജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനപ്രതിനിധിയായിട്ട് നമ്മുടെ പ്രാദേശിക സമിതികൾ ചെന്നെത്തുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ മുൻഗണനകളിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. ആ നിലയിലാണ് നമ്മളിപ്പോ ഇവിടെ വികസനങ്ങൾ നടത്തിപ്പോകുന്നത്. അതിപ്പോ വീട്, ഫ്ലാറ്റുകൾ. മുൻ നഗരസഭാ ചെയർമാൻ M മുഹമ്മദ് സലീം അധ്യക്ഷനായി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം PP വാസുദേവൻ, ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. K ഉണ്ണികൃഷ്ണൻ സ്വാഗതവും നിഷി അനിൽ രാജ് നന്ദിയും പറഞ്ഞു. കൺവെൻഷനിൽ സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിച്ചു. CCN പെരിന്തൽമണ്ണ. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ തെക്കുമുറിയിൽ അപകടം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം സംഭവിച്ചു. ആളപായമില്ല. വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് പട്ടാമ്പി കൊപ്പം പാതയിലെ തെക്കുമുറി
വളവിൽ അപകടമുണ്ടായത്. പട്ടാമ്പി ഭാഗത്തു നിന്നും വരികയായിരുന്ന ഇന്നോവ കാർ തെക്കുമുറി വളവ് തിരിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് 3 ഭാഗങ്ങളിലായി തകർന്നു. വൈദ്യുതി ബന്ധവും താറുമാറായി. കൊല്ലത്തു നിന്നും കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്നു കാറിൽ 7 പേരുണ്ടായിരുന്നെങ്കിലും ആർക്കും കാര്യമായ പരിക്ക് പറ്റിയിട്ടില്ല. കാറിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. രാത്രിയായതിനാൽ ഇരുട്ടിൽ വളവ് ശ്രദ്ധയിൽപ്പെടാതിരുന്നതാണ് അപകടത്തിനിടയാക്കിയതെന്ന് കാറിലുണ്ടായിരുന്നവർ പറഞ്ഞു. വെള്ളിയാഴ്ച ഉച്ചയോടെ പോസ്റ്റ് മാറ്റി പ്രദേശത്തെ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു. പട്ടാമ്പി തെക്കുമുറി വളവ് വീണ്ടും അപകടമാവുകയാണ്. ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ ലോറി മറിഞ്ഞ് അപകടമുണ്ടായിരുന്നു. മാസങ്ങൾക്ക് മുമ്പാണ് ബസ് മറിഞ്ഞുള്ള അപകടവും ഉണ്ടായത്. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ തെക്കുമുറി വളവിൽ സംഭവിക്കുന്നുണ്ട്. പട്ടാമ്പി മണ്ഡലത്തിലെ കൊപ്പം ടൗൺ നവീകരിക്കാൻ പദ്ധതിയാവുന്നു. 2 കോടി രൂപയുടെ നവീകരണ പദ്ധതികൾക്ക് സർക്കാർ അനുമതിയായി. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കൊപ്പം ടൗൺ നവീകരിക്കുവാൻ പദ്ധതിയാവുന്നത്. നവീകരണ പ്രവൃത്തികൾക്കായി സർക്കാർ 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി രൂപരേഖ ഉടൻ തയ്യാറാക്കുമെന്നാണ് PWD അധികൃതർ വ്യക്തമാക്കിയത്. പട്ടാമ്പി പുലാമന്തോൾ പാത നവീകരിക്കുന്ന വേളയിലും കൊപ്പം ടൗൺ നവീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ ഫണ്ടിന്റെ അപര്യാപ്തത മൂലം പ്രവൃത്തികൾ നടന്നില്ല. തുടർന്നായിരുന്നു മുഹമ്മദ് മോഹസിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തത്. കൊപ്പം ടൗൺ നവീകരണവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ 60 ലക്ഷം രൂപയുടെ പദ്ധതി രൂപരേഖയും പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കിയിരുന്നു. എന്നാൽ ടൗൺ നവീകരണത്തിന് വലിയ തുക തന്നെ വേണമെന്നായിരുന്നു ആവശ്യം. ഇതേ തുടർന്നാണ് ഇപ്പോൾ 2 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത്. ടൗണിലെ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന പഞ്ചായത്ത് ഓഫീസ് ഭാഗത്ത് അഴുക്കുചാൽ നിർമ്മാണം, നടപ്പാത, ബസ്സുകൾ നിർത്തുവാനുള്ള ഏരിയ, ബസ് കാത്തിരിപ്പ് കേന്ദ്രം തുടങ്ങിയവയെല്ലാം പദ്ധതിയുടെ ഭാഗമായി വരും. സിഗ്നൽ ലൈറ്റുകളുടെ പ്രവർത്തനവും കാര്യക്ഷമമാക്കേണ്ടതുണ്ട്. ടൗണിൽ എന്തെല്ലാം പദ്ധതികൾ നടപ്പാക്കണമെന്നതിന്റെ വിശദമായ പദ്ധതി രൂപരേഖ PWD അധികൃതർ ഉടൻ തയ്യാറാക്കും. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകുക. അധികം വൈകാതെ തന്നെ നവീകരണ പ്രവൃത്തികൾ ആരംഭിക്കാനാകുമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്.